സങ്കീർത്തനം 91 ഒരു ദൈവിക സംരക്ഷണത്തിന്റെ വാഗ്ദാനം മാത്രമല്ല, ഇത് ദൈവത്തിൽ ഉള്ള ആഴത്തിലുള്ള വിശ്വാസത്തിന്റെ മാഹാത്മ്യവും വ്യക്തമാക്കുന്നു. ഈ സങ്കീർത്തനത്തിൽ നാം യഹോവയുടെ ശാന്തമായ കരുതലിന്റെ വാക്കുകൾ കേൾക്കുന്നു. ഒരു സുരക്ഷിതവും താങ്ങും സകല ഭയങ്ങൾക്കും പരിഹാരം തരുന്ന ദൈവത്തിന്റെ സംരക്ഷണത്തെക്കുറിച്ചുള്ളതാണ് ഇത്. സങ്കീർത്തനം 91 പ്രധാന പങ്കുകൾ. ദൈവത്തിന്റെ പരിരക്ഷിത നിലയം. സങ്കീർത്തനം 91 ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് അനവധി പ്രയാസങ്ങൾക്കിടയിൽ ആശ്വാസം നൽകുന്നു. താൻ സർവശക്തനിലെ അഭയം എന്ന് പറയുന്നത് ദൈവത്തിൽ ഉള്ള ആഴത്തിലുള്ള വിശ്വാസത്തിന്റെ പ്രതീകമാണ്. വിശ്വാസികൾക്ക് ദൈവം സംരക്ഷണം നൽകുന്നുവെന്ന ഉറപ്പാണ് ഇവിടെയുണ്ട്. രോഗങ്ങൾക്കും അനർത്ഥങ്ങൾക്കും മീതെ ജയം. ഈ സങ്കീർത്തനം അന്യായങ്ങളാൽ അല്ലെങ്കിൽ ഭീതികളാൽ പിടിച്ചുപറ്റപ്പെടുന്നവരെ ദൈവം രക്ഷിക്കും എന്ന് പറയുന്നു. നിനക്ക് പകൽക്കാലത്തെ തീഷ്ണം ഭയമില്ല, രാത്രിയുടെ പാതാളം നിന്റെ അടുത്തുവരില്ല എന്ന് പറയുന്നത് എല്ലാ കാലത്തും ദൈവം നമ്മെ സംരക്ഷിക്കുന്നു എന്ന് ഉറപ്പു നൽകുന്നു. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. യഹോവയെക്കുറിച്ചു അവൻ എന്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്തു 1000 പേരും നിന്റെ വലത്തുവശത്തു 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. നിന്റെ കണ്ണുകൊണ്ടു തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കി ഇരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനു അടുക്കയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതെന്നു അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതെന്നും അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മരിച്ചുകളയും. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ചു മഹത്വപ്പെടുത്തും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും.